കഴിഞ്ഞ് 2000 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് സിനിമ അനലിസ്റ്റുകൾ. സ്ക്രീനിൽ അല്ലു ഇങ്ങനെ നിറഞ്ഞാടുമ്പോൾ പ്രേക്ഷക ലക്ഷങ്ങൾ സിനിമ കാണാൻ തിയേറ്ററുകളിൽ ഇടിച്ചു കയറുമ്പോൾ ലൈഫിൽ നിയമക്കുരുക്കിലാണ് അല്ലു. തെലങ്കാന പോലീസിന്റെ ചോദ്യമുനയിലായിരുന്നു ഇന്ന് 3 മണിക്കൂർ. നവംബർ 4 രാത്രി നടന്ന തിക്കിലും തിരക്കിലും മരിച്ച രേവതിയെ ബൗൺസർമാർ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവിട്ട അല്ലുവിനെ പ്രതിരോധത്തിലാക്കി പോലീസ്. വടികൾ ഉപയോഗിച്ച് ആളുകളെ സ്വകാര്യ സെക്യൂരിറ്റി സംഘം തല്ലുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. അല്ലുവിന്റെ സ്വകാര്യ സെക്യൂരിറ്റി മാനേജരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അല്ലുവിനെതിരെ ഇന്ന് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്ന് നമ്മൾ കണ്ടു. അങ്ങനെ അല്ലു അർജുനെ കുരുക്കാനായി എല്ലാ തരത്തിലും അവിടെ നിയമ സംവിധാനങ്ങളെ ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുറത്തുവരുന്നത്. രാഷ്ട്രീയ കളിയുടെ ഇരയാണോ അല്ലു അർജുൻ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നു. അതോ ഒരു സിനിമാ താരത്തിന് എല്ലാ സ്ഥലത്തിലും പരിരക്ഷ ലഭിക്കും എന്നതിന് നേർവിപരീതമായുള്ള പ്രവൃത്തിയാണോ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്നുള്ളതാണ്. ഏതായാലും നിയമവഴികൾ അല്ലുവിനൽപ്പം കഠിനമാണ്. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുകയും ചെയ്യുന്നു. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ പ്രഭു ശാന്തിവനം, അല്ലു അർജുൻ ഫാൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ജനപക്ഷത്തിന്റെ ശ്രീ ബെന്നി ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. സിബി സത്യനുണ്ട്, മാധ്യമപ്രവർത്തനൊപ്പം ചന്ദ്രകാന്ത് വിശ്വനാഥുണ്ട്, വെബ് എഡിറ്റർ News 18 കേരളയുടെ. ഈ 4 പേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ശ്രീ ബെന്നി ജോസഫ്, നമുക്കറിയാം ഒരുപാട് നടന്മാർ അരങ്ങുവാഴുന്ന തെലുങ്കും തമിഴും കന്നഡയും ഹിന്ദിയും ഒക്കെ ഒരുപക്ഷെ ആദ്യമായിരിക്കും ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിൽ ഒരാൾ മരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നടൻ പ്രതിയാകുന്നതും കസ്റ്റഡിയിലാകുന്നതും ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നതും. മാത്രമല്ല അല്ലു എന്നത് പാൻ ഇന്ത്യൻ താരമാണ്, വലിയ ഫാൻ ബേസ് ഉള്ള ആളാണ്. ആ നടനെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ ഒരു സർക്കാർ സംവിധാനം തയ്യാറാകുന്നുവെങ്കിൽ, നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ അത് എന്തിൻ്റെ സൂചനയാണ്? സത്യത്തിൽ ഒരു ഇത്തിരി നമ്മൾ പുറകിലോട്ട് നോക്കിയാൽ എം ജി ആർ മരിച്ച സമയത്ത് ഇലക്ട്രിക് കമ്പിമേൽ പിടിച്ച് കുറേ പേര് മരിച്ചു, വിഷം കഴിച്ചു മരിച്ചു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ സിനിമ ഇതിൻ്റെ അല്ലു അർജുൻ എന്ന പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ നടനോ എന്തായിക്കോട്ടെ, അയാളൊരു പടം റിലീസ് ചെയ്യുന്നു. അയാൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര തിരക്കായിരിക്കും, ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഇതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. കാരണം പണ്ടത്തെ പോലെയല്ല, ഇന്ന് സിനിമ ഭ്രാന്തന്മാർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ ഇത് കോടികളുടെ ഇടപാടാണ് ഇവിടെ നടക്കുന്നത്, കോടികൾ. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു 1000 കോടി. ഈ 1000 കോടിയൊക്കെ സാധാരണക്കാരനെ എണ്ണി തീർക്കാൻ പറ്റൂല, പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ കക്കുന്ന ഈ കാലഘട്ടത്തിൽ. അല്ലു അർജുൻ എന്ന് പറഞ്ഞ നടൻ ഇതിൽ എന്ത് തെറ്റാണ് ചെയ്തത്? അതിന്റെ പ്രൊഡ്യൂസർ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു നല്ല പടം അല്ലെങ്കിൽ ഒരു തിരക്കുള്ള പടം പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ ടാക്സ് സർക്കാരിന് കൊടുക്കുമല്ലേ? ഇവിടെ പോലീസിന് വീഴ്ച വന്നു ഇങ്ങനെ തിരക്കുള്ള ഒരു ഇത് വരുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഫുട്ബോൾ കളിയുണ്ട്, ക്രിക്കറ്റ് കളി വരുന്നുണ്ട് എറണാകുളത്ത്. ഇവിടെയൊക്കെ ഒരു തിരക്കിൽപ്പെട്ട് മരിച്ചാൽ സച്ചിനെ അറസ്റ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ അറസ്റ്റ് ചെയ്യുമോ? ഇതൊന്നുമല്ല രഞ്ജിത്തെ, ഇത് ഒരു സൂചനയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ, ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പരമോന്നത ഇത് നീതിപീഠം സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പോലീസോ ഒന്നും അല്ല, രാഷ്ട്രീയക്കാരാണ്. അവരെ കവച്ചു വെച്ച് ഇവിടെ ആരും പോവരുത്. ഈ കേസ് എവിടെയെങ്കിലും നിൽക്കുന്നു തോന്നുന്നുണ്ടോ? ഈ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഈ നടനെ അല്ലു അർജുനെ കുറച്ച് ബുദ്ധിമുട്ടിക്കാമെന്നല്ലാതെ ഈ സിനിമക്ക് ചിലപ്പോൾ ഇതിന്റെ ഇന്നത്തെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് നോക്കുവാണെങ്കിൽ, ഇന്നത്തെ ഒരു നെഗറ്റീവ് വാർത്തക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ട് ഈ അറസ്റ്റ് ഒക്കെ ഒരു നാടകമാണെന്ന് നാളെ എങ്ങനെ നമുക്കറിയാൻ പറ്റും? സത്യത്തിൽ ഇന്ന് ഇന്ത്യൻ ഭരണകൂടം അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ്, പ്രത്യേകിച്ചും ഇപ്പോൾ പോലീസ് കാണിച്ചു കൂട്ടുന്ന നിയമക്കുരുക്ക് കോടതി ചെന്ന എടുത്ത് ചവിറ്റുകൊട്ടയിലിടും. കാരണം അയാൾ എന്താ ചെയ്തത്? പിന്നെ മരിച്ചപ്പോൾ അയാൾ എന്താ ചെയ്തതെന്നുള്ള ചോദ്യത്തിന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് മറുപടികളുണ്ട്. കാരണം പ്രൈവറ്റ് സെക്യൂരിറ്റിയെ ഉപയോഗിച്ച് ഈ ആരാധകർ എന്ന് പറയുന്ന ആളുകളെ അടിച്ചൊതുക്കുന്നു. ഒപ്പം ഈ സ്ത്രീയെ, ഈ മരിച്ച സ്ത്രീയെ തൂക്കിയെടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങളുണ്ട്. ഈ ഒരു ഫാൻ മരിച്ചു, ഒരു സിനിമ കാണാൻ വന്ന ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടും സിനിമ തിയേറ്ററിൽ കാണുന്നത് തുടർന്നുകൊണ്ടിരുന്നു.
ഇദ്ദേഹം പിന്നീട് ഇന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറയുന്നത് താൻ പിറ്റേ ദിവസമാണ് അറിയുന്നത് ഇങ്ങനെ ഒരാൾ ഇതിന് തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ ശ്രീ ബെന്നി ഇതൊരു തുടക്കമായാലോ? കാരണം ആരാധകരുണ്ട് എന്ന് കരുതി, പണക്കൊഴുപ്പുണ്ട് എന്ന് കരുതി, എല്ലാം ആകാം എന്ന് കരുതുന്ന സൂപ്പർ താരങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ആയാലോ? അവിടെയും നേരത്തെ പോലീസ് അവിടെ എത്തരുതെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. വലിയ തിരക്കുണ്ടാകും, പ്രശ്നമുണ്ടാകുമെന്ന്. പക്ഷെ അത് വകവെക്കാതെ അവിടെ വരുന്നു. ഇങ്ങനെ സംഗതി ഉണ്ടാക്കുമ്പോൾ അതിന് അല്ലു പൂർണ്ണമായും കുറ്റക്കാരനല്ല എന്ന് പറയാനാവില്ലല്ലോ. അല്ല രഞ്ജിത്തെ, അങ്ങനെ പോവരുത്. രഞ്ജിത്തെ, അങ്ങനെ ചർച്ച ചെയ്ത് പോരുത്. ഇവിടുത്തെ പോലീസിനെ എത്ര കോടി ഉണ്ടെങ്കിലും വിലക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസിനെ പിരിച്ചുവിട്ടിട്ട് അല്ലു അർജുന്റെയും ഇവിടുത്തെ പ്രമുഖ നടന്മാരുടെയും കോടീശ്വരന്മാരുടെയും പ്രൈവറ്റ് ബോഡി ഗാർഡിനെ ഏൽപ്പിച്ചാ പോരെ? ഇപ്പോൾ പല സ്ഥലത്തും മുഖ്യമന്ത്രിക്ക് പോലും പോലീസിനെക്കാളിലും വിശ്വാസം പ്രൈവറ്റ് ബോഡി ഗാർഡിനാണ്. ഇതാണോ ഇന്ത്യൻ ജനാധിപത്യം? ഈ പോലീസിന്റെയൊക്കെ യൂണിഫോമും ഈ ശമ്പളവും പെൻഷനൊക്കെ മേടിച്ചിട്ട് അല്ലു അർജുന്റെ ഗുണ്ടകളോ ഫാനോ ഏൽപ്പിക്ക്. അല്ലു അർജുന്റെ ഫാൻ ആ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്തു മാറ്റുകയോ വടിയെടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിലോ ഈ പോലീസുകാരുടെ തോക്ക് ആകാശത്തേക്ക് വെടിവെക്കാനുള്ളതാണ്. കേസല്ല എടുക്കണ്ടേ? അവര് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുക ഇവിടെ ഓവർ ക്രൗഡാണ്. ഞാൻ കണ്ടിരിക്കുന്ന ദുബായിലും ഷാർജയിലൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ 2 പോലീസ് അല്ലെങ്കിൽ 3 പോലീസാണ്. കാരണം അവർ 2 പ്രാവശ്യം പറയുള്ളൂ. 3ാമത്തെ പ്രാവശ്യം മുട്ടിന്റെ കീഴെ വെടിവെച്ചിരിക്കും. ഇവിടെ അങ്ങനെയാണ്. ഒരു ക്രിക്കറ്റ് കളി വന്നാലും ഫുട്ബോൾ കളി വന്നാലും കാണികളെക്കാളും കൂടുതൽ പോലീസാണ്. കാരണം നമുക്കറിയാം, 1 പോലീസിന്റെ കയ്യിൽ ഉണ്ടയില്ല, 2 പോലീസിന് നട്ടല്ലില്ല. കാശുകാരുടെ മുമ്പിൽ ഓച്ചാനിക്കുന്ന പോലീസിനെ ഏത് സ്റ്റേറ്റിലാണെങ്കിലും, കേരളത്തിലല്ല ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണെങ്കിലും കാശിന്റെ മുമ്പിൽ ഫാൻസിന്റെ, ഇപ്പൊ അമിതാഭ് ബച്ചന്റെ ഫാൻ ആവട്ടെ അല്ലു അർജുന്റെ ഫാൻ ആവട്ടെ, അവിടെ പോലീസ് ഈ ലാത്തി അടിച്ച ഫാൻ എന്ന് പറഞ്ഞവനെ ഫാൻ എടുത്ത് വാഷിംഗ് മെഷീൻ ആക്കണ്ടേ, അടിച്ചു ഒതുക്കണ്ടേ, വെടിവെക്കണ്ടേ? അല്ലാണ്ട് അല്ലു അർജുനെ പിടിച്ച ഈ ഞാൻ ഇപ്പോഴും പറയുന്നത്, നിയമം അറിയാവുന്ന ഒരു പരിധി വരെ ഞാൻ പറയുന്നത്, ഈ കേസെടുത്ത് ഔട്ട്വോട്ടേഡിൽ എടുക്കും. പോലീസുകാരോട് ഈ യൂണിഫോം മാറ്റി വെച്ചിട്ട് വേറെ വല്ല തോട്ടിപ്പണിക്ക് പോകാൻ പറയും.